കുറച്ചാണ്ട് ഇറങ്ങി പിന്നെ ചൊവ്വാഴ്ച ഇവിടെ വെള്ളം കൂടിയ സാഹചര്യത്തില് 3 ചെറുക്കന്മാര് ഒലുവിൽ പെട്ട് ആ ഏത് ഭാഗത്തു കൂടെ എന്താണ് സംഭവിച്ചത്? ഒരിക്കല് പെട്ടത് ഈ ഭാഗത്തുനിന്ന് ഒരിക്കല് 3 ആൾക്കാർ ചേലക്കോടത്തുള്ള പയ്യന്മാര് ഈ ഭാഗത്തൂടെയാണ് ഒരിക്കല് പെട്ടത്. ഇവിടെ പറഞ്ഞാല് നല്ല ഒരു അരക്ക് മുക്കാൽ വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം എത്ര പ്രായം ഉണ്ടാവും ചെറുക്കന്മാർക്ക് ഒരു 25-ന്റെ ഉള്ളിൽ പ്രായം ഉണ്ടാവും. 25-ന്റെ ഉള്ളിൽ ഒരു 6-6:30 കൂടിയിട്ടാണ് 6:30 സംഭവിച്ചത്. 5 മിനിറ്റ് കൂടി മെഴുകുകയാണെങ്കിൽ 3 ഇവിടെ കിട്ടില്ല, മയ്യത്താവും. അല്ല, അപ്പൊ നിങ്ങൾ നാട്ടുകാരൊക്കെ ഉണ്ടായിട്ട് നാട്ടുകാർ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരപ്പോൾക്ക് പോയത് ചെക്കന്മാർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെക്കന്മാരോട് ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പോ ഇവിടെ പല ചെക്കന്മാരും നിന്നിരുന്നു. അവരോട് പറഞ്ഞിരിക്കണം അങ്ങോട്ട് കടക്കരുത്, അവിടെ ഒഴുക്ക് കൂടുതലാന്നുള്ളത്. നമ്മൾ കിടക്കണ നോക്കിയിട്ട് നിങ്ങൾ കടക്കണ്ട, അവിടെ ഒഴുക്ക് കൂടുതലാന്ന്. ഞാനത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോയതിനു ശേഷമാണ് വീട്ടിൽ നിന്ന് നിലമ്പള്ളി കൂടുന്നത്. ദൃക്സാക്ഷികളായിട്ട് ആദ്യം ഈ ചെക്കന്മാര് അപകടത്തിൽപ്പെട്ടത് ആരാണ് ആദ്യം കണ്ടത്? ആദ്യം കണ്ട എന്റെ പെങ്ങള് നിലമ്പള്ളി കൂടി. അപ്പൊ ഞാൻ എന്റെ പേരെല്ലാം മക്കളെ ഓടി വന്നു. അപ്പൊ നീ ഈ സ്ഥലത്തുണ്ടായിരുന്നോ? ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഉറങ്ങുകയാണോ? അല്ലല്ല, ഞാൻ അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒന്ന് വീട് തൊട്ടിൽ തന്നെയാണ്. ഇത് എന്റെ ഏട്ടന്റെ വീടാണ്. ഞാനിവിടെ ഇരുന്നു. അപ്പൊ പെങ്ങന്മാര് ചീറി ഒച്ചും വിളിയും കൂട്ടി ഇങ്ങനെ അപകടത്തിൽ ചാടാൻ നിന്ന്. അപ്പൊ അവിടെ അല്ല ഇവിടെയാണ് പറഞ്ഞു. ഓടി വന്ന് ഞാൻ ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഇട്ട് കൊണ്ടേക്ക് ചാടി. അപ്പൊ ഒരാളെ കിട്ടി. ആ മരക്കൊമ്പമ്മേലിരുന്ന ഒരാള്, ആ മരക്കൊമ്പ് ഇതിലേക്കൊന്ന് പോവാ. സമയ ദൃശ്യങ്ങളിലേക്ക് ഇങ്ങോട്ട് വാ. മൈക്കടെ സൗണ്ട് പോകും. അതെ, എന്നാ ഒരു മിനിറ്റ്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ സിമ്പിൾ വർക്കിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്താണ്? ഞാൻ അവിടുന്ന് ചാടി ഞാൻ ഈ കൊമ്പ് പിടിച്ചു. ഈ കൊമ്പ് പിടിച്ച് മൈക്കല് താങ്കളുടെ സൗണ്ട് കിട്ടണമെങ്കിൽ മൈക്കല് പറഞ്ഞു. ഈ മരത്തിന്റെ മേലെ ഒരുത്ത ഈ മരത്തിന്റെ മുകളിലേർന്ന് ഞാൻ ചാടി ഇങ്ങോട്ട് കയറി പോന്നു. രണ്ടാമത്തെ ചാടാൻ പറ്റില്ല. രണ്ടാമത്തെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഈ മരൊക്കെ ഫുള്ളായിരുന്നു. അത് വെള്ളത്തിലായിരുന്നു. ഈ മരച്ചില്ലികൾക്ക് മുകളിൽ കൂടി വെള്ളം മരച്ചില്ലികൾക്ക് ഇതിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഈ മരത്തിന് ഇതിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഒരാൾക്ക് മുങ്ങാള വെള്ളമൊക്കെ. അങ്ങനെ ഒന്നിനെ പിടിച്ച് കയറ്റി രണ്ടാമത്തേന് ചാടാൻ പറ്റില്ല. കാരണം നല്ല കുത്തൊഴുക്കുണ്ടായിരുന്നു. അപ്പൊ അരയിൽ കയറിട്ട് ഇവിടുന്ന് നമ്മളെ അയൽവാസിയായ ബഷീർ കയറോട് നിന്ന് അരയിൽ കയറിട്ട് രണ്ടാമത്തെ രക്ഷിച്ച് ആ പൊന്തറോട് ആ കൈത ഈ കൈത ആ കൈതനോട് കൈതമുള്ളിൽ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാവൂലേ? പിന്നെ ഒരാൾ എവിടെയായിരുന്നു? അങ്ങനെ 2 ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേനും കയറ്റി. രണ്ടാമത്തേന് കയറ്റി കരക്കുമ്പോഴാണ് മൂന്നാമത്തത് ആ പൊന്തക്കുള്ളിൽ ഇക്കാക്ക ഞാനുണ്ട് ഇന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. നോക്കിയില്ല, വീണ്ടും ചാടി. ആ വെള്ളം ഒഴുകിപ്പോയ സ്ഥലമാണ് ഈ കാണുന്നത്. അതൊക്കെ വെള്ളം ഇവിടൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ വെള്ളം തന്നെയായിരുന്നു. അപ്പോ താങ്കളുടെ നിഗമനം വാഹനം ഏത് മൺതിട്ടയ്ക്കുള്ളിൽ മണ്ണിന്റെ അടിയിൽ പുതഞ്ഞു പോയോ എന്ന് സംശയമുണ്ടോ? വാഹനം പോയോ വെച്ചാൽ ഇപ്പൊ ആരും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പരിസരത്ത് ഉണ്ടാവും. ലൊക്കേഷൻ കിട്ടിക്കണോ? ലൊക്കേഷൻ നമ്മൾ ഏകദേശം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. തപ്പലിന്റെ ലാസ്റ്റ് ആണ് ഇന്ന് 3 മണിക്ക് ശേഷം. 3 മണിക്ക് ശേഷം തപ്പും. അത് ലാസ്റ്റ് ആണ്. അപ്പൊ ആരൊക്കെ സജീവമായി രംഗത്ത് മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ വരുന്നുണ്ട്. നിങ്ങള് എത്ര മീറ്റർ താഴ്ചയിലേക്ക് മുങ്ങും? നമ്മൾ ഈ തോടിന്റെ അടിത്തട്ട് വരെ പോകും. അടിത്തട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 മീറ്റർ അടിത്തട്ടുള്ളൂ. നിങ്ങള് മുൻകാലങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയല്ലേ? അപ്പൊ എത്ര അടി താഴ്ച? 100 അടി താഴ്ചയെന്നൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല മേഖലകളിൽ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലില്ല. നാട്ടിലുള്ള സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ നമുക്ക് ഭയങ്കര താല്പര്യമുള്ള കേസ് അതൊക്കെ. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ മുങ്ങിയെടുക്കലും മുങ്ങാനും പോക്കൊക്കെ പല പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പോയിട്ടുണ്ട്. നമ്മളൊരു ഡിവൈഎഫ്ഐക്കാരനാണ്. അപ്പൊ ഡിവൈഎഫ്ഐയുടെ പേരിൽ നമ്മൾ പല സ്ഥലത്തേക്കും പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പോ വയനാട് പോകണം എന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മളെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെ മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വയനാട് പോകാറുന്നത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ടാണ് നമ്മൾ വയനാട്ടിൽ പോകാറുന്നത്. അപ്പൊ താങ്കൾ നമ്മളുടെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിനോട് സഹകരിച്ചതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെറുപ്പം മുതലേ